നമസ്കാരം. സഭയിൽ ബി ജെ പിയുടെ എം എൽ എ, അതായത് ചാത്തന്നൂർ എം എൽ എ, അതായത് കോൺഗ്രസ് കൺവെർട്ടഡ് ആണ്, ബി ജെ പി ആണ് അദ്ദേഹം ചില ചോദ്യങ്ങൾ ചോദിച്ചു. ആ ചോദ്യം വളരെ റെലവൻ്റ് ആണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി അല്ലെങ്കിൽ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോറ്റിയെ കയറ്റിയതാരപ്പ എന്ന ചോദ്യം ചോദിച്ചുകൊണ്ട് നടന്ന ഒരു വിഭാഗമാണ് ഇവിടുത്തെ കോൺഗ്രസ് അല്ലെങ്കിൽ യു ഡി എഫിനെ മൊത്തത്തിൽ പറയുന്നില്ല, കോൺഗ്രസ്. ഈ കാര്യത്തിൽ ലീഗ് ചില മൗനം അവലംബിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം വസ്തുതാപരമാണ്. അതേസമയം കോൺഗ്രസ് അങ്ങ് ഇവിടെ നമ്മുടെ മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് മഹാത്മാവിൻ്റെ പേര് വെട്ടിക്കളയുന്ന ഒരു സംഭവം ഉണ്ടായിട്ട് പോലും അതിനോട് പ്രതിഷേധിക്കാതെ ഡൽഹിയിൽ പോയി നിന്ന് പോറ്റിയെ കയറ്റിയത് ആരപ്പ എന്ന് പാടിയ കുറേ മണ്ടന്മാരുള്ള പാർട്ടിയാണ് UDF എന്നുള്ള കാര്യം നമുക്കറിയാം. അങ്ങനെ ഒരു വലിയ പ്രചരണം കേരളത്തിൽ നടത്തിയിട്ടും നാളിത്രത്തോളം കഴിഞ്ഞും SIT അതിൻ്റെ അന്വേഷണവുമായി മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിലും ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള വെളിപ്പെടുത്തലിന് ഉത്തരവാദിത്തമില്ലായ്മ കാണിക്കുകയല്ലേ സത്യത്തിൽ UDF ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ പുതിയ ആഭ്യന്തര വകുപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തെങ്കിലും ഒരു പത്രക്കുറിപ്പെങ്കിലും അല്ലെങ്കിൽ ഇപ്പോൾ ഒരു മാധ്യമങ്ങളുടെ മുന്നിൽ നിന്നുകൊണ്ട് ശബരിമലയുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തെക്കുറിച്ച് ഇതുവരെയായി എന്തെങ്കിലും ഒരു വെളിപ്പെടുത്തൽ നമ്മുടെ ആഭ്യന്തര വകുപ്പ് നടത്തിയിട്ടുണ്ടോ? ഇല്ല. അതേസമയം ദേവസ്വം ബോർഡ് വകുപ്പ് മന്ത്രിയായ K മുരളീധരൻ ഇടയ്ക്ക് പറഞ്ഞിരുന്നു, ഞങ്ങൾ അയ്യൻ്റെ ഒരു തരി സ്വർണം പോലും നഷ്ടപ്പെടാതെ ഞങ്ങൾ അവിടെ സൂക്ഷിക്കും, അതോടൊപ്പം SITക്ക് ഞങ്ങൾ മൂക്കുകയറിടും. എന്ന് വെച്ചാൽ SITക്ക് ഇപ്പോൾ പ്രവർത്തിക്കുന്ന പോലെ പ്രവർത്തിക്കാൻ പറ്റില്ല, ഞങ്ങളുടെ താല്പര്യം അനുസരിച്ച് മാത്രമേ SITക്ക് പ്രവർത്തിക്കാൻ കഴിയും തുടങ്ങിയ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. എന്നാൽ ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് എപ്പോഴെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ഈ നാഴികയ്ക്ക് 40 വിട്ട് കഴിഞ്ഞ കാലത്ത് അവർ ചൂണ്ടിക്കാണിച്ച ചില ആൾക്കാരുണ്ടല്ലോ, ഇന്നയാൾ കുറ്റക്കാരനാണ് എന്ന് കൃത്യമായി ഈ VD സതീശൻ എന്ന് പറയുന്ന ഇപ്പോഴത്തെ മുഖ്യമന്ത്രി അടക്കം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. മുഖ്യമന്ത്രിക്കെതിരായി അന്നത്തെ കഴക്കൂട്ടം MLA ആയിരുന്ന കടകംപള്ളി സുരേന്ദ്രൻ കേസ് വരെ ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഇത്ര കൃത്യമായി നമുക്കറിയാം. രമേശ് ചെന്നിത്തല ഇന്ന് ആഭ്യന്തര വകുപ്പ് മന്ത്രിയല്ലേ? രമേശ് ചെന്നിത്തലയോട് അന്ന് അദ്ദേഹത്തിൻ്റെ അതിവിശ്വസ്തരായ ഒരു വ്യക്തി പറഞ്ഞില്ലേ, ശബരിമലയിലെ സ്വർണം കോടിക്കണക്കിന് രൂപയ്ക്ക് വിദേശ മാർക്കറ്റിൽ സെയിൽ ചെയ്യാൻ വെച്ചിരിക്കുന്നു. രമേശ് ചെന്നിത്തലയോട് പറഞ്ഞ വാക്കുകളാണ്. ഒരു വ്യക്തി, വിദേശ വ്യവസായി, പേര് വെളിപ്പെടുത്താൻ താല്പര്യമില്ലാത്ത ഒരാൾ. എന്താണ് രമേശ് ചെന്നിത്തലജി പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട് സംസാരിക്കാഞ്ഞത്? ഇപ്പോൾ ആഭ്യന്തര വകുപ്പ് തന്നെ അദ്ദേഹത്തിന് അങ്ങയുടെ കയ്യിലല്ലേ? ആഭ്യന്തരവും വിജിലൻസും അങ്ങയുടെ കയ്യിൽ തന്നെ ഉണ്ടല്ലോ. എന്തുകൊണ്ടാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചെന്നിത്തലജി ഒരക്ഷരം പോലും മിണ്ടാതിരിക്കുന്നത്? ഇവിടെ ഓപ്പറേഷൻ തൂഫാൻ എന്ന് പറഞ്ഞുകൊണ്ട് തൂഫാൻ പരിപാടി നടക്കുന്നുണ്ട്, നല്ല കാര്യം. ഇവിടെ നമ്മുടെ നാട്ടിൽ വ്യാപകമായി കൊണ്ടിരിക്കുന്ന ഈ ഡ്രഗ് മാഫിയകളെ ഉന്മൂലനം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അങ്ങ് ഉപയോഗിച്ച ഓപ്പറേഷൻ തൂഫാനോട് ഈ കേരളത്തിലെ എല്ലാവർക്കും മതിപ്പുണ്ട്. എന്നാൽ എവിടെയാണ് ഇതിൻ്റെ വേരുകൾ? ഇത് കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഈ വേരുകളല്ലേ നമ്മൾ ശരിക്കും കണ്ടുപിടിക്കേണ്ടത്. കർണാടക ബേസ് ചെയ്തിട്ടുണ്ട്, തെലങ്കാന ബേസ് ചെയ്തിട്ടുണ്ട്, ഹിമാചൽ പ്രദേശ് ബേസ് ചെയ്തിട്ടുണ്ട്, ഗുജറാത്തുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. ഇവിടങ്ങളിലെല്ലാം പോയി ഇവിടെയെല്ലാം ഇതിൻ്റെ ബേസുകളുണ്ട്. ഇതെല്ലാം വരുന്ന വഴികളുണ്ട്. ഏത് വഴി വരുന്നുണ്ട് എന്നുള്ളതെക്കുറിച്ചും വളരെ വ്യക്തമായി ചില മുൻ പോലീസ് ഉദ്യോഗസ്ഥർ പോലും വ്യക്തമാക്കിയിട്ടുണ്ട്, ഏത് റൂട്ടിലാണ് ഇത് വരുന്നത്. എന്നാൽ അതുമായി ബന്ധപ്പെട്ട് ഈ പറയുന്ന തെലങ്കാന, രേവന്ത് റെഡ്ഡി ഭരിക്കുന്ന തെലങ്കാനയിലേക്കോ DK ശിവകുമാർ ഭരിക്കുന്ന കർണാടകയിലേക്കോ ഇനി അതല്ല ഹിമാചൽ പ്രദേശിലേക്കോ ഗുജറാത്തിലേക്കോ ഒക്കെ പോയിക്കൊണ്ട് ഇതിനെ തടയാനുള്ള ഒരു ശേഷി ഇന്ന് നമ്മുടെ സംസ്ഥാനത്തിന് ഉണ്ടോ? അല്ലെങ്കിൽ അങ്ങനെ പോകാൻ വേണ്ടിയിട്ട് എന്തൊക്കെ നീക്കങ്ങളാണ് നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ ഉള്ള ഈ പെട്ടിക്കടകൾ വഴി വിറ്റുകൊണ്ടിരിക്കുന്ന പുകയില ഉൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ അതുപോലെയുള്ള ഡ്രഗ്, ഈ പറയുന്ന ചെറിയ അളവിലുള്ള ഈ സാധനങ്ങൾ, കഞ്ചാവോ മറ്റ് സാധനങ്ങളൊക്കെ മാത്രമേ പിടിക്കാൻ കഴിയുന്നുള്ളൂ. ഇതിൻ്റെ യഥാർത്ഥ ഉറവിടം കണ്ടെത്താനോ അതിലേക്ക് ആ സർക്കാരുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരുമായി ഒരു ടേം ഉണ്ടാക്കിക്കൊണ്ട് അല്ലെങ്കിൽ ഒരു വ്യവസ്ഥ ഉണ്ടാക്കിക്കൊണ്ട് എങ്ങനെ അതിനെ ഉന്മൂലനം ചെയ്യാമെന്നതിനെക്കുറിച്ച് ആഭ്യന്തര വകുപ്പ് മന്ത്രി ചർച്ച ചെയ്യപ്പെടുന്നില്ല. അത് വേറൊരു കാര്യം. അപ്പം ആഭ്യന്തര വകുപ്പ് മന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നല്ലതാണ്. പക്ഷേ അതിനപ്പുറത്തേക്ക് കേരളത്തിൽ ജനങ്ങളുടെ മുന്നിലേക്ക് എന്താണ് പറഞ്ഞു വെച്ചിരുന്നൊരു വാചകം? ഞങ്ങൾ ശബരിമല അയ്യൻ്റെ സ്വർണം കട്ടെടുത്ത് പോയവരെ ജയിലിലടയ്ക്കും. എവിടെ? ഒരാളെയെങ്കിലും അതിനുശേഷം ഇതുവരെ അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഈ ശബരിമല നിങ്ങളെല്ലാവരും പറഞ്ഞല്ലോ, ഇന്ന ആൾ കൊണ്ടുപോയിട്ടുണ്ട്. ഇവിടെ കടകംപള്ളി സുരേന്ദ്രൻ ഏതോ ഒരു വലിയ വ്യാപാരിയുമായി കണക്ഷൻ ഉണ്ടാക്കി എന്ന് പറഞ്ഞ ഒരു മുഖ്യമന്ത്രിയല്ലേ കേരളം ഭരിക്കുന്നത്? അന്ന് അദ്ദേഹം പ്രതിപക്ഷത്തായിരുന്നു കേട്ടോ. അതിനുശേഷം ഏതോ ഒരു വ്യവസായി അവിടെ കൊണ്ടുവച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ ഒരാളല്ലേ ഇപ്പോഴത്തെ ഈ ആഭ്യന്തര വകുപ്പ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്?
എന്തുകൊണ്ടാണ് ഈ രണ്ടുപേരെ കൊണ്ടും തുടർന്ന് ഒരു വലിയ തോതിലുള്ള ഒരു നീക്കം നടത്താൻ കഴിയാതെ പോയത്? അപ്പോൾ ഈ കഴിഞ്ഞ തവണ അല്ലെങ്കിൽ ഈ പ്രതിപക്ഷത്തിരുന്ന സമയത്ത് പറഞ്ഞതെല്ലാം അപ്പാടെ വിഴുങ്ങി എന്നല്ലേ നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം? അത് തന്നെയാണ് സഭയിൽ അവർ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. BJP-യുടെ MLA ചോദിക്കുന്നത് അത് തന്നെയാണ്. നിങ്ങൾ പറഞ്ഞതൊന്നും നടപ്പിലാക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്. ശബരിമല സ്വർണ്ണക്കട്ട ആര്? വെറുതെ പാട്ടുണ്ടാക്കിയിട്ട് കാര്യമില്ലല്ലോ. സഖാക്കളാണേ അയ്യപ്പ എന്ന് പറഞ്ഞല്ലോ. ആ സഖാക്കൾ ആരൊക്കെയാണെന്ന് ചൂണ്ടിക്കാണിക്കാനുള്ള ഒരു ഉത്തരവാദിത്വം ഈ ഇപ്പോഴത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രിക്കില്ലേ? SITക്ക് മൂക്കുകയറിടുമെന്നല്ലേ പറഞ്ഞത്? SITയെ സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ അനുവദിക്കില്ല എന്നല്ലേ ദേവസ്വം ബോർഡ് വകുപ്പ് മന്ത്രി പറഞ്ഞത്? അപ്പോൾ അത് നമ്മൾ കണക്കിലെടുക്കണം. അതായത് SIT ഹൈക്കോടതിയുടെ കീഴിൽ വരുന്ന അന്വേഷണ ഏജൻസിയാണ് SIT. ആ SITക്ക് പോലും സ്വതന്ത്രമായി പ്രവർത്തിക്കാനോ തന്നിഷ്ടപ്രകാരം കേസുകളെടുത്ത് മുന്നോട്ട് പോകാനോ സാധ്യമല്ല എന്നുള്ളതല്ലേ ഈ പറയുന്ന ദേവസ്വം ബോർഡ് മന്ത്രിയുടെ പ്രസ്താവനയിൽ തെളിയുന്നത്? അപ്പോൾ ഒന്ന് അങ്ങനെയും ഉണ്ട്. അപ്പോൾ ചെന്നിത്തലാജിയുടെ കയ്യിൽ ആഭ്യന്തരം ഇരിപ്പുണ്ട്, വിജിലൻസ് ഉണ്ട്. അതായത് ആഭ്യന്തര വകുപ്പ് ഇത് എങ്ങനെ അന്വേഷണം കൊണ്ടുപോകണം എന്നുള്ളതിനെക്കുറിച്ച്. അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട ആരോപണങ്ങൾ ഉന്നയിച്ച പലരും ഇന്ന് മന്ത്രിസഭയിലെ ആൾക്കാരാണ്. അതിലൊരാൾ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളാണ്, മുഖ്യമന്ത്രിയാണ്. എന്നിട്ട് കൂടിയും എന്തുകൊണ്ടാണ് ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ സർക്കാർ മൗനം പാലിക്കുന്നത്? നിങ്ങൾക്കറിയാമെങ്കിൽ സഖാക്കന്മാരെയൊക്കെ പിടിച്ച്, സഖാക്കളാണേ അയ്യപ്പ എന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സഖാക്കന്മാരെയൊക്കെ പിടിച്ച് പൂട്ടുന്നേ, പിടിച്ച് ജയിലിലിടുന്ന പണി നോക്ക്. അല്ലാതെ വീണ്ടും വീണ്ടും ഈ പറയുന്ന എന്തെങ്കിലും തരത്തിലുള്ള ഇനിയും ആരോപണങ്ങൾ ഉന്നയിക്കാതിരിക്കുക. ബേസ്ലെസ് ആയിട്ടുള്ള അടിസ്ഥാനരഹിതമായ കള്ളങ്ങൾ മാത്രം കുത്തി നിറച്ചുകൊണ്ടുള്ള ആരോപണങ്ങൾക്ക് ഇനിയും, അല്ലെങ്കിൽ അങ്ങനെയുള്ള ആരോപണങ്ങൾ ഉന്നയിക്കാൻ ഇനിയും UDF-നെ സംബന്ധിച്ചിടത്തോളം യാതൊരു വകുപ്പുമില്ല. കാരണം ഇനി നിങ്ങൾ പറയേണ്ടത് സത്യസന്ധമായ കാര്യങ്ങളായിരിക്കണം. ഇനി നിങ്ങൾ ജനങ്ങളോട് പറയേണ്ടത് വസ്തുതകളായിരിക്കണം. ഇനി ജനങ്ങളോട് പറയേണ്ടതും ജനങ്ങളോട് പ്രവർത്തിച്ച് കാണിക്കേണ്ടതും വസ്തുതാപരമായ കാര്യങ്ങൾ കൂടിയായിരിക്കണം. എന്ന് വെച്ചാൽ നിങ്ങളുടെ കയ്യിലാണ് അധികാരം ഇരിക്കുന്നത്. ആ അധികാരം ഉപയോഗിച്ചുകൊണ്ട് ഈ അധികാരമില്ലാതിരുന്ന കാലത്ത് നിങ്ങൾ ഉന്നയിച്ച ആരോപണങ്ങളുടെ നിജസ്ഥിതി കണ്ടുപിടിക്കാനുള്ള ഉത്തരവാദിത്വം നിലവിൽ UDF-ന് നയിച്ചുകൊണ്ടിരിക്കുന്ന ഈ സർക്കാരിൽ നിക്ഷിപ്തമാണ്. അത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു നടപടിക്രമങ്ങളിലേക്ക് പോകാത്തിടത്തോളം കാലം UDF എന്ന് പറയുന്ന, അല്ലെങ്കിൽ പ്രതിപക്ഷത്ത് ഈ മുന്നണി ഇരുന്ന കാലഘട്ടത്തിൽ ഉയർത്തിക്കൊണ്ടു വന്നതെല്ലാം വെറും വില കുറഞ്ഞ ആരോപണങ്ങൾ മാത്രമാണെന്നും കള്ളത്തരം മാത്രമാണെന്നും പൊതുജനത്തിൽ വിശ്വസിക്കേണ്ടി വരും. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.